ഏകദേശം മൂർധന്യ അവസ്ഥയിലാണ്. നാളത്തേക്ക് നല്ല കുറവുണ്ടാകുമെന്ന് കരുതിയിരിക്കുകയാണ്. ആവിയൊക്കെ പിടിച്ചു, ഇച്ചിരി കാപ്പിയൊക്കെ കുടിച്ചു, കഞ്ഞിയൊക്കെ കുടിച്ച് കുഞ്ഞുറങ്ങി. അപ്പം ഞാൻ ഇത്തിരി നേരം സംസാരിക്കാമെന്ന് കരുതിയിരിക്കുകയാണ്. അപ്പം ഇത്തിരി ശ്വാസത്തിൻ്റെയൊക്കെ പ്രശ്നം കാണും, സൗണ്ടിന് നല്ല പ്രശ്നം കാണും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അതാണ്, പനി വരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അത്യാവശ്യം ചെറിയ വ്യത്യാസമല്ല, നല്ലൊരു വ്യത്യാസമുണ്ട് കാലാവസ്ഥയിൽ. കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് കാർമേഘമൊക്കെ ആയിട്ട് കാറ്റും ഒക്കെ ഇങ്ങനെ വന്ന് മിക്കവാറും ഒരു ചെറിയ രീതിയിലുള്ള മഴയേ ഉണ്ടാവുള്ളൂ. പക്ഷേ പകലൊക്കെ അതിൻ്റെ ആ ഒരു മൂടലും കാര്യങ്ങളൊക്കെയാണ്. ചൂട് അതുകൊണ്ട് വല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. ചൂടുമുണ്ട്, തണുപ്പുമുണ്ട്, ആകെ ഒരു ഇറിറ്റേഷനും ഒക്കെയാണ്. അപ്പം പനിയൊക്കെ വരാൻ പെട്ടെന്നുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ അവളുടെ നിന്ന് എനിക്ക് കിട്ടിയതാണ്. അവളുടെ നന്നായിട്ട് കുറവുണ്ട്, ആശ്വാസമുണ്ട്. പക്ഷേ എനിക്ക് നല്ല കടുപ്പത്തിലാണ് പനി വന്നിരിക്കുന്നത്. എന്നാലും മരുന്നൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതങ്ങനെ നിൽക്കട്ടെ. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇപ്പം ഞാൻ ചെയ്തങ്ങോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാനെന്ന മകളെക്കുറിച്ചാണ്. അപ്പം ഞാനെന്ന മകളെക്കുറിച്ച് എൻ്റെ അഭിപ്രായമല്ല അതിൽ കൂടുതലായിട്ട് വരിക, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അഭിപ്രായമാണ് പറയേണ്ടത്. അപ്പോൾ അവരായിരിക്കും എന്നെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പം അമ്മയോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ പറയും, എൻ്റെ നാവുള്ളതുകൊണ്ട് എവിടെ ആയാലും പിടിച്ച് നിന്നോളൂ എന്ന് പറയും. അപ്പോൾ അമ്മയുടെ അഭിപ്രായം എനിക്ക് LLB നന്നായിട്ട് പറ്റുമെന്ന അങ്ങനെയുള്ള അഭിപ്രായമാണ്. പിന്നെ എനിക്ക് കൂടുതലും അച്ഛൻ്റെ ഒരു മൈൻഡൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അതായത് അച്ഛൻ ഇച്ചിരി തൻ്റെ ഇടമൊക്കെ കൂടുതലുള്ള ആളായിരുന്നു. ആരുടെയും മുന്നിൽ അങ്ങനെ പതറുകയോ പുറകോട്ട് പോവുകയോ ഒന്നും, ഒരു കാര്യത്തിനും പുറകോട്ട് നിൽക്കുന്ന ആളല്ല എൻ്റെ അച്ഛൻ. അതുകൊണ്ട് തന്നെ ഞാനും അങ്ങനെയാണ്. നല്ലതാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ഞാൻ നിൽക്കും. മോശമെന്ന് എനിക്ക് തോന്നിയാൽ ആ ഏരിയയിലേക്ക് ഞാൻ പോവില്ല. ആ ഒരു മൈൻഡാണ്. ആരുടെയും മുന്നിൽ അങ്ങനെ തല താഴ്ത്തുക എന്ന ഒരു ഇതെനിക്കിഷ്ടമല്ല. ആ ഒരു രീതിയിലാണ്. കാരണം എൻ്റെ അച്ഛൻ കുറേ കാര്യങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ആ ഒരു രീതിയിലാണ് ഞങ്ങളെയും വളർത്തിയിരിക്കുന്നത്. അനിയൻ പിന്നെയും കുറച്ചുകൂടി ഒരു പാവം തോന്നും. അവൻ്റെ മൈൻഡ് വേറൊരു രീതിയിലാണ്. ഞങ്ങൾ രണ്ടുപേരും രണ്ട് രീതിയിലുള്ള. അപ്പോൾ എൻ്റെ അമ്മയുടെ ആൾക്കാർ പറയും, നിനക്ക് നിൻ്റെ അച്ഛൻ്റെ ആൾക്കാരുടെ സ്വഭാവം എന്ന് പറയും. പക്ഷേ ചില സമയത്ത് എൻ്റെ അച്ഛൻ്റെ ആൾക്കാർ പറയും, ഇത് നിൻ്റെ അമ്മയുടെ വീട്ടുകാരുടെ അതേ സ്വഭാവം എന്ന് പറയും. കാരണം ഇച്ചിരി പിണക്കക്കാരിയാണ് ഞാൻ, അതുകൊണ്ട് അങ്ങനെ പറയും. എന്തായാലും അവർക്ക് ഞാൻ കാരണം ചില ബുദ്ധിമുട്ടുകൾ അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഞാൻ എപ്പോഴും പറയും, എൻ്റെ അമ്മയോട് പറയും, അച്ചാച്ചൻ മരിച്ചതിന് ശേഷമായാലും ഞാൻ പറയും, അമ്മയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ 2 മക്കൾ തന്നെയാണ് എന്ന് ഞാൻ പറയും. അത് അവനും പറയും, ഞാനും പറയും. അത് അമ്മ അതെന്താ ഏത് രീതിയിലാണ് ഉൾക്കൊള്ളുന്നതെന്ന് അറിയില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പറയും ഇങ്ങനെ. അപ്പോൾ എന്നെക്കുറിച്ച് കൂടുതൽ പറയാം അച്ഛനോടും അമ്മയും. ഇനി ഞാൻ അമ്മയോട് വിളിക്കുമ്പോഴത്തേക്കും ചോദിച്ചിട്ട്, അമ്മേ എന്നെക്കുറിച്ച് എന്താണ് അമ്മയുടെ അഭിപ്രായം എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ വളരെ മോശമായിട്ട് എന്നോട് പറയുള്ളൂ. നിന്നെപ്പോലൊരു സാധനമൊന്നേ പറയുള്ളൂ. നിൻ്റെ ദേഷ്യം, നിൻ്റെ വാശി, ഇതൊക്കെ ആയിരിക്കും അമ്മയ്ക്ക് എന്നെക്കുറിച്ച് പറയാനുള്ളത്. പക്ഷേ എനിക്കൊരു എന്താ പറയുക, എൻ്റെ കയ്യിലൊരു വരുമാനമൊക്കെ ആയിട്ട് അമ്മയുടെ എല്ലാം കൊടുക്കാറുള്ളത്. ആ സമയത്ത് ഒരു പ്രാവശ്യം ഇങ്ങനെ ആദ്യമായിട്ട് നമുക്ക് ശമ്പളമൊക്കെ കിട്ടുമല്ലോ. അപ്പം ചെറിയ തുകയാണ് ട്യൂഷൻ സെൻ്ററിൽ നിന്ന് കിട്ടുന്നത്. അപ്പം എന്തായാലും നമ്മൾ ആദ്യമായിട്ട് പോകുന്നൊരു ജോലിയാണ്. അപ്പം അതിനൊപ്പം തന്നെ എനിക്ക് അക്ഷയയിൽ പഠിപ്പിക്കാനായിട്ട് കമ്പ്യൂട്ടർ TTC കഴിഞ്ഞതുകൊണ്ട് അക്ഷയയിൽ പഠിപ്പിക്കാൻ വിളിച്ചായിരുന്നു. അങ്ങനെ കമ്പ്യൂട്ടർ പഠിപ്പിക്കൽ നടന്നു. അപ്പോൾ അവർക്ക് തന്നെ വേറൊരു ട്യൂഷൻ സെൻ്ററുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഫേമസ് ആണ് ആ ട്യൂഷൻ സെൻ്ററിൽ. അപ്പം അവിടുത്തെ സാറിൻ്റെയാണ് അക്ഷയ. അപ്പോൾ ആ സാറ് എന്നെ അവിടെ പഠിപ്പിക്കാനായിട്ട് ട്യൂഷൻ സെൻ്ററിലേക്ക് വിളിച്ചു. അത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള, അതായത് എൻ്റെയൊക്കെ ചേട്ടന്മാരൊക്കെ പഠിച്ച ഒരു ട്യൂഷൻ സെൻ്ററാണ്. അത്ര പഴക്കമുള്ള പേര് കേട്ട ഒരു സ്ഥാപനമാണ്. അപ്പം പറഞ്ഞു, സാർ ഞാൻ ഇങ്ങനെ വേറൊരു ട്യൂട്ടോറിയലും പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് പകൽ സമയം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ടൈം ഉണ്ടല്ലോ, രാവിലെ ഒരു 9:30-10 ആ ഒരു ടൈം തൊട്ട് വൈകിട്ട് 4 മണി വരെ അല്ലെങ്കിൽ 3:30 വരെയൊക്കെ ഞാൻ അക്ഷയയിൽ വർക്ക് ചെയ്യും. അതിനുശേഷം നേരെ സൈക്കിളാണ്, നേരെ വീട്ടിലേക്ക് പോവുക. അമ്മ വൈകിട്ടത്തേക്ക് റെഡിയാക്കി വെച്ചിരിക്കുക എന്തെങ്കിലും ഫുഡ്, ഒരു കട്ടൻ
എന്നുള്ളതാണ്. അന്ന് കട്ടനാണ് പ്രിയം. അപ്പം അടുത്തൊരു വീട്ടുണ്ടായിരുന്നു, അവിടെ പശുവുള്ള സമയത്ത് സ്പെഷ്യൽ ചായ, വൈകുന്നേരം ഒരു ഗ്ലാസ് പാലൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിനും കട്ടൻ. ഇപ്പം പാല് അമ്മയ്ക്ക് പോയി വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ദൂരമാണെങ്കിൽ അമ്മ പോയി പാല് വാങ്ങിക്കാറുണ്ട്. അപ്പം ചായ അല്ലെങ്കിൽ കട്ടൻ എന്തെങ്കിലും ഒന്ന് കഴിക്കാനും കാണും. ചെല്ലുക, ഡ്രസ്സൊക്കെ മാറുക, ഒന്ന് ഫ്രഷ് ആകുക, ഇതൊക്കെ കഴിക്കുക. 4:30 കഴിയുമ്പോഴത്തേക്കും അധികം ദൂരമില്ല, സൈക്കിളിന് പോകുന്നത്, ട്യൂഷൻ സെൻ്ററിലേക്ക് എത്തുക. പിന്നെ 6 മണി വരെ അവിടെ, അതിനുശേഷം തിരിച്ച് വീട്ടിൽ വരിക. തിരിച്ചുള്ള വരവുണ്ടല്ലോ, അന്നത്തെ ഒരു ദിവസത്തെ എല്ലാ കലാപരിപാടികളും കഴിഞ്ഞിട്ട് എന്ന് പറയുന്ന പോലെ ആ വരവ് ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ട്യൂഷൻ സെൻ്റർ വിടുമ്പം നിറയെ കുട്ടികൾ അവിടുത്തെ ഇങ്ങനെ പോവാണ് റോഡിൽ കൂടെ. അപ്പം നമ്മളിങ്ങനെ അതിൻ്റെ കൂടെ നമ്മളും ചിലരൊക്കെ നമ്മുടെ കൂടെ വന്ന് നമ്മളോട് സംസാരിച്ചുകൊണ്ടേ വരും. അങ്ങനെ എനിക്ക് പ്രിയപ്പെട്ട അല്ലെങ്കിൽ എന്നെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന കുറേ കുട്ടികളുണ്ടായിരുന്നു. എന്നെ ഒരിക്കലും ഇഷ്ടപ്പെടാത്തതിലുള്ള കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തരുന്ന, എന്തിനും ഇടയ്ക്കൊക്കെ എൻ്റെ വീട്ടിൽ വരുന്ന എൻ്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ള 2 കുട്ടികൾ, അതെനിക്ക് മറക്കാനേ പറ്റില്ല അവർ രണ്ടുപേരും. പക്ഷേ ഞാൻ വിചാരിച്ച രീതിയിലൊന്നും അല്ല അവരുടെ ജീവിതം പോയി നിൽക്കുന്നത്. 2 പേരും നന്നായിട്ട് പഠിക്കുന്നവരാണ്. ആൺകുട്ടി, അവനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് ഒരു അറിവുമില്ല. ഒരു പ്രാവശ്യം ഞാനിങ്ങനെ കണ്ടു, കുറേ വഴക്കൊക്കെ പറഞ്ഞു. കാരണം ഞാൻ എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ വീഡിയോസിൽ പറയാറുണ്ട്, കുട്ടികളെ ശ്രദ്ധിക്കണം, അവർക്ക് പൈസ എന്നുള്ള ചിന്ത ആദ്യം വരുത്തരുത് എന്ന് ഞാൻ പറയാറുണ്ട്. അതിന് ഞാൻ ഉള്ള കാരണമെന്ന് പറയുന്നത്, ഞാനീ പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട ഒരു കുഞ്ഞിനെക്കുറിച്ച്, കുഞ്ഞെന്ന് ഞാൻ പറയട്ടെ, അവനെക്കുറിച്ചുള്ള കാര്യമാണ്. അതായത് എന്തുണ്ടെങ്കിലും എന്നോടൊന്ന് പറയുന്ന ആളാണ്. അവനും വേറൊരു പെൺകൊച്ചുമുണ്ട്, പേരൊന്നും ഞാൻ പറയുന്നില്ല, അതൊന്നും ശരിയല്ലല്ലോ. അതുകൊണ്ട് അവർ 2 പേരും, അപ്പം ടീച്ചറെ എന്ന് പറഞ്ഞാൽ എൻ്റെ പുറകെ നടക്കുന്ന 2 കുട്ടികളാണ്. എന്തോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവന് ഈ ബിസിനസ് എന്തോ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. എനിക്കതിന് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. ഞാൻ കുറേ വഴക്കൊക്കെ പറഞ്ഞു. പെൺകൊച്ച് പക്ഷേ എന്തോ കോഴ്സിനൊക്കെ പോയി. പിന്നെ ഇപ്പം വർഷങ്ങളായിട്ട് എൻ്റെ വിവാഹം കഴിഞ്ഞ് പോയതിന് ശേഷം എനിക്കങ്ങനെ അവരെക്കുറിച്ച് അറിയാൻ പറ്റിയിട്ടില്ല. എങ്കിലും ഞാൻ അവരുടെ ബാച്ചിലുള്ളവരെയൊക്കെ കാണുമ്പോൾ തിരക്കാറുണ്ട്. പക്ഷേ ഇനി എങ്ങനെയെങ്കിലുമൊക്കെ അവർ 2 പേരെ ഓടിച്ചിട്ട് പിടിക്കണം എന്നെനിക്ക് ആദ്യമായിട്ടുള്ള ആഗ്രഹമുണ്ട്. ഇനി അതിനുള്ള ശ്രമങ്ങൾ ഞാൻ തുടരും. കാരണം അവരെനിക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് എൻ്റേതായിട്ടുള്ള തിരക്കും, ഇത്ര ദൂരത്തേക്കാണ് വിവാഹം ചെയ്ത് പോകുന്നത്. പിന്നെ ഫോൺ നമ്മളിപ്പോഴാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ അവരെ 2 പേരെയും കണ്ടെത്തണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതൊക്കെ നിലയിലായോ എന്തോ. അപ്പോൾ ആ ഒരു കാലഘട്ടം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം സൈക്കിളിലിങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് വളരെ പതുക്കെ ഇങ്ങനെ ചവിട്ടുക, സൈക്കിൾ ചവിട്ടുക, പതുക്കെ ചവിട്ടി ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട്, ഞാനിതോ സ്വർഗ്ഗലോകത്ത് പറന്നു പോകുന്നത് പോലുള്ള ഫീലാണ്. ആ സമയത്തൊക്കെ കല്യാണത്തിൻ്റെ ആലോചനയൊക്കെ വരുന്ന സമയമാണ്. അപ്പം ഞാൻ പറയാം, അമ്മേ എനിക്ക് കല്യാണം വേണ്ട അമ്മേ എന്ന് പറയും. അപ്പം പറയും, അതെന്താ? ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെയാണ് അമ്മേ നല്ലത്, എനിക്കിതാണ് ഇഷ്ടം. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, എന്നെക്കാട്ട് മൂത്തതാണ്. അവളുടെ കല്യാണം കഴിഞ്ഞ് കുഞ്ഞൊക്കെ ആയപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നെ കാണുമ്പോൾ അങ്ങ് അസൂയ തോന്നുകൂടി എന്ന് പറഞ്ഞു. ഞാൻ എന്താ നീ ഇത്ര ഫ്രീ ആയിട്ട് നടക്കുന്നു, അത്യാവശ്യം ജോലിയുണ്ട്, വരുമാനമുണ്ട്. ഞാൻ പറഞ്ഞു, നിന്നോട് ആര് പറഞ്ഞ് ഇപ്പോഴേ കെട്ടാനെന്ന് ഞാൻ ചോദിക്കും. അപ്പം അതൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ ഓരോരുത്തരും പറയുന്നത്. ഇതൊക്കെ ഞാൻ റിലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ വീഡിയോസിലൊക്കെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒന്നും എൻ്റെ അനുഭവം അല്ലെങ്കിൽ എവിടുന്നെങ്കിലും എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ചിന്തകളാണ് ഞാൻ എൻ്റെ വീഡിയോസിലൂടെ പറഞ്ഞത്. അപ്പം അവളിങ്ങനെ പറയുമ്പോൾ ഞാനവൾക്ക് ശരിയാണ്, അപ്പം മാക്സിമം മുന്നോട്ട് പോട്ടെ എന്നുള്ളതായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അച്ഛൻ മരിക്കുന്നതും ഒക്കെ. അപ്പം ആദ്യത്തെ ശമ്പളം എന്ന് പറയുമ്പോൾ നമുക്ക് ട്യൂഷൻ സെൻ്ററിനാണ്. അപ്പം ആദ്യമായിട്ട് ശമ്പളം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ നേരെ അച്ഛൻ്റെ കൊണ്ട് കൊടുത്തു. അതിൽ നിന്ന് ഒരു 100 രൂപ അച്ചാച്ചനെ എടുത്തു. ബാക്കി ചെറിയ തുകയാണ്, അന്ന് എനിക്ക് തിരിച്ചു തന്നു. അതെനിക്ക്, കാരണം ഞാനൊരു മാസം പകുതി തൊട്ടെങ്ങാണ്ടാണ് തുടങ്ങിയത് ട്യൂഷൻ പഠിപ്പിക്കുക, ട്യൂഷൻ സെൻ്ററിൽ പോകാൻ തുടങ്ങിയത്. അപ്പം കുറച്ച് അതെങ്ങാണ്ട് 550 650 അത്രയെങ്ങാണ്ടേ ഉള്ളായിരുന്നു എനിക്ക് തോന്നുന്നത്. ചെറിയ എമൗണ്ടാണ്. അപ്പോൾ അതിൽ നിന്ന് 100 എടുത്തിട്ട് ബാക്കി എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ കയ്യിൽ എന്താ വയ്ക്കുക, അമ്മയ്ക്കിങ്ങനെ എല്ലാം ബാലൻസ് ചെയ്ത് പോകാനും എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം, സേവ് ചെയ്യണമെന്നൊക്കെ അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം സ്വർണ്ണമൊക്കെ വാങ്ങിച്ച് വയ്ക്കും അമ്മ.
അപ്പോൾ കല്യാണത്തിന് മുമ്പ് തന്നെ എനിക്ക് അത്യാവശ്യം കമ്മൽ, മാല, വള, പാദസരം, ചെയിന്, മോതിരമൊന്നും കുറേയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നിലധികം മോതിരങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ സ്വർണം ഇങ്ങനെ വാങ്ങിച്ച് വയ്ക്കുന്ന ആളായിരുന്നു എൻ്റെ അമ്മ. അപ്പം ചിട്ടിയോ പോസ്റ്റ് ഓഫീസൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അമ്മ അത് ആരോടും അങ്ങനെ പറഞ്ഞൊന്നും കൂടിയില്ല. സർപ്രൈസായിട്ടായിരിക്കും എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. ഒരു സമയമായപ്പോൾ പൈസയൊക്കെ ഞാൻ കൈകാര്യം ചെയ്യാമെന്ന് വെച്ചാൽ അച്ചാച്ചനാണ് എനിക്ക് കൂടുതൽ എന്താ പറയുക, എനിക്ക് അങ്ങനെയുള്ളൊരു സ്വാതന്ത്ര്യം തന്നത്. കാരണം എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകളുടെ വിവാഹത്തിന് വെളിയിലാണ്, ഹൈദരാബാദിലാണ്. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ഗോൾഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം വലിയൊരു എമൗണ്ട് ഉണ്ട്. അത് വേറെ ആരുടെ കയ്യിലും ചച്ചൻ കൊടുത്തില്ല, എൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ചത്. അവളുടെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കണ്ട എൻ്റെ അച്ഛൻ എന്നെക്കുറിച്ചുള്ള ആ ഒരു വിശ്വാസം എത്രയുണ്ട്. അത്രയും ആളുകളുണ്ട്, മുതിർന്ന ആൾക്കാരുണ്ട് ഉണ്ടെങ്കിലും എന്നെയാണ് ഏൽപ്പിച്ചത് ആ എമൗണ്ട്. അവളുടെ കൊടുക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ എന്താ പറയുക, നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ നടന്നാൽ ഞാൻ ഇളയതാണെങ്കിലും ഞാൻ അഭിപ്രായം പറയും. ചില അഭിപ്രായങ്ങളൊക്കെ മിക്കവാറും അവരൊക്കെ അംഗീകരിക്കാറുമുണ്ട്. ആരോടായാലും ഞാൻ, എൻ്റെ ചേട്ടന്മാരാണേലും അച്ചാച്ചന്മാരാണേലും എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയും ശരിയായില്ല എന്ന് പറയും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്കുണ്ട്. അപ്പം അങ്ങനെ കൊടുത്തത്, അങ്ങനെ കൊടുത്തു. പിന്നെ ഒരിക്കൽ ഇങ്ങനെ വയ്യാതിരുന്നപ്പോൾ മരുന്ന് വാങ്ങിക്കാൻ എൻ്റെ ചീട്ട് തന്നിട്ട് ഞാൻ അന്ന് പഠിക്കാൻ പോകുന്ന സമയമാണ്. അപ്പം മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. അപ്പം ഞാനിങ്ങനെ ചോദിക്കാൻ എന്തെങ്കിലും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ ചെറുതിലേ എനിക്ക് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മളെന്തുമായാലും നമ്മുടെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ നേരിടുമല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ പോട്ടെ. ഞാൻ എൻ്റെ പറഞ്ഞാൽ നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നു. കാരണം ഞാനൊരു നെഗറ്റീവിലോട്ടൊന്നും അധികം പോകുന്നില്ല. നെഗറ്റീവ് എപ്പോഴും പ്രശ്നമാണ്. നമുക്ക് ഒരിക്കലും മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും അധികം ചിന്തിക്കുക, പറയാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ കേൾക്കുന്നവർക്കായാലും കുറേ ഈ ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ വിഷമം തോന്നുന്ന കൂടുതൽ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സും അസ്വസ്ഥമാവും. ചിലപ്പോൾ കൂടുതലും പേരും ഈ നൈറ്റിലൊക്കെ ആയിരിക്കും കേൾക്കുക. ചിലപ്പോൾ ഒരുപക്ഷെ ഉറങ്ങാനായിട്ട് കിടക്കുമ്പോഴായിരിക്കും ഒരു ഇതിലായിട്ട് കേൾക്കുക. അപ്പോൾ അത് ആ സമയത്തൊന്നും അനാവശ്യമായ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഓരോരോ രീതിയിലുണ്ട്. നമ്മളും പ്രശ്നങ്ങളൊക്കെ നേരിട്ട് വന്നവരാണ്. അപ്പം അങ്ങനെ കൊടുക്കും. പിന്നെ അച്ഛൻ മരിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ 3 പേരുമായി ഞങ്ങളുടെ ഒരു കുടുംബം. പിന്നെ അമ്മയുടെ വീടെന്ന് പറഞ്ഞാൽ അധികം ദൂരമൊന്നുമല്ല. അപ്പം എല്ലാവരും ബന്ധുക്കളെല്ലാം അടുത്തടുത്താണ്. അപ്പോൾ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും എല്ലാവരും കാണും. അച്ഛൻ്റെ ആൾക്കാരും അമ്മയുടെ ആൾക്കാരും എല്ലാവരും കാണും. അങ്ങനെ സുഖമായിട്ട് ഒരാൾ പോയെങ്കിലും ഇല്ല, നമുക്ക് ഇതൊന്നുമില്ല. അപ്പോഴത്തേക്കും അനിയൻ കണക്കിന് ഭയങ്കര ആളാണ്. അപ്പം അവനും അതിനനുസരിച്ചുള്ള ചെറിയൊരു ജോലിയൊക്കെ ആയി. അവനും പൈസ കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിക്കും. ഞാനും കിട്ടുന്നത് അമ്മയുടെ കൊണ്ട് കൊടുക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കും, അമ്മ തരും. ചിലപ്പം വഴക്കുറേ ഓടിക്കും, എല്ലാം ഉണ്ട്. പക്ഷേ അമ്മയെ സോപ്പിടേണ്ട എങ്ങനെയാണെന്ന് മക്കൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. അങ്ങനെയൊക്കെ ഞങ്ങൾ പോകുന്നു. അമ്മ പെർഫെക്റ്റ് ആണെന്ന് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് എല്ലാം അമ്മയുടെ ഇഷ്ടം, അമ്മയോട് ചോദിക്കും. പിന്നെ എൻ്റെ അനിയനാണെങ്കിലും അവനോട് ചോദിക്കാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം വരെ ഇല്ല. അത് എനിക്ക് നല്ല വ്യക്തമായിട്ട്, കാരണം ഞാൻ ഈ വീഡിയോസ് എല്ലാം ചെയ്താലും ഇതൊക്കെ എൻ്റെ ആൾക്കാരെ, ബന്ധുക്കളോ കൂട്ടുകാരോ വീട്ടുകാരോ ഒക്കെ ഒരു കാലത്ത് കേൾക്കും. അപ്പോൾ അവർക്ക് തോന്നരുത് ഇവിടെ കള്ളം പറഞ്ഞു എന്ന്. അതുകൊണ്ട് ഞാൻ ഒരു കള്ളവും പറയില്ല. അതങ്ങനെ ശീലവുമില്ല, പറയുകയില്ല. അപ്പം പറയാത്ത കാര്യങ്ങൾ അങ്ങനെ നിന്നോട്ടെ, പറഞ്ഞിട്ടുള്ളതെല്ലാം സത്യങ്ങളായിരിക്കും. അങ്ങനെ അപ്പോൾ അങ്ങനെ അമ്മയ്ക്കും പൈസ വേണം. അപ്പം അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉള്ള ഒരു മകളായിട്ട് ആണത്. ഇടയ്ക്ക് തുമ്മാൻ വരുന്നുണ്ട്, അതിൻ്റെതായിട്ടുള്ള പ്രശ്നമുണ്ട്. അങ്ങനെ അപ്പോൾ അവരാണ് കറക്റ്റായിട്ട് പറയാം. അപ്പോൾ എൻ്റെ അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ആദ്യം പറയുന്നത്, നീ ഇച്ചിരി അഹങ്കാരം, നിനക്ക് ഇച്ചിരി വാശി കൂടുതലാണ്, ദേഷ്യമാണ്. ഇതൊക്കെ ആയിരിക്കും എൻ്റെ അമ്മയ്ക്ക് പറയാനുള്ളത്. അച്ചാച്ചൻ അങ്ങനൊന്നും ആയിരിക്കില്ല പറയാൻ പറ്റുന്നത്. അച്ചാച്ചൻ അവർ രണ്ടുപേരെ കൂടുതലും മോളെ എന്നൊന്നും അല്ലല്ലോ, ഈ കൊച്ചേ എന്നാണ് വിളിക്കാറുള്ളത് കൂടുതലും. അവർക്കും ഇതേപോലെ രണ്ടുപേർക്കും ഇതുപോലൊക്കെയുള്ള അഭിപ്രായങ്ങളായിരിക്കാം. അപ്പം അത് അങ്ങനെ നിൽക്കട്ടെ എന്ന് എനിക്ക് പറയുമ്പോൾ, കാരണം എന്നെക്കുറിച്ച്
മറ്റൊരാളുടെ എന്ന് പറയുമ്പോൾ മറ്റൊരാൾ എന്നല്ലല്ലോ, എൻ്റെ അച്ഛനും അമ്മയുടെയും ചിന്താഗതി. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ രണ്ടുപേരുടെയും ചിന്താഗതി എന്നാണ് എനിക്ക് തോന്നുന്നത്.